ഓ അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്താറായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ മിലിറ്ററി ബേസിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് അപ്പോൾ അവിടുന്ന് പറഞ്ഞ് നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റന്നാൾ രാവിലെ കൊണ്ട് കൊടുക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സേഫ് പ്ലേസിലേക്ക് നമുക്കിത് വെക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കധികം സ്ഥലമൊന്നുമില്ല. ഇങ്ങനത്തെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വെക്കണ്ടേ, അതിനുള്ളൊരു സ്ഥലം നമ്മുടെ വീട്ടിലില്ല. പക്ഷേ അതിന് പറ്റിയ ഒരു സ്ഥലം നമ്മുടെ വീട്ടിലുണ്ട്. ഐ മീൻ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ വാതിക്ക്. അവിടെ അധികാരം അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഐ തിങ്ക്. ഓക്കെ, ആരും വരുത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം. ഈ ഡ്രസ്സൊക്കെ മാറി നമുക്കിനി നേരെ പോയി ചാച്ചാം. ഓക്കെ, ഫൈനലി ഞാൻ ആ വീട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് പോവാം. വീഴാതെ പതുക്കെ ഓടിക്കും ആരില്ലല്ലോ അല്ലേ. വീടിന്റെ സ്കെച്ചൊക്കെ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. താഴെയാണ് അവന്റെ റൂം, സോ മുകളിൽ സേഫ് ആണ് നമ്മൾ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആദ്യം തന്നെ നോക്കണം. എന്നാലും നമ്മൾ സേഫ് ആയിട്ട് പതുക്കെ നോക്കാം. സമയമുണ്ട്, കാരണം രാത്രിയാണ്. അവൻ എപ്പോഴാ വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒന്നും ആ ഡോക്യുമെന്റ് അങ്ങോട്ട് കാണുന്നില്ല. പക്ഷെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് അത് കണ്ടെത്തിയേ മതിയാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെയിറ്റ്, അവിടെ എന്തോ അങ്ങനെ നമുക്ക് ആ പെട്ടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ പെട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ പെട്ടി നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി അവൻ കാണാതെ നമുക്ക് നേരെ വന്ന വഴി പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഓടിക്കും. അങ്ങനെ രാവിലെയായി. ഇനിയിപ്പോ എനിക്ക് നേരെ ആ പെട്ടിയെടുത്ത് നമ്മുടെ ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടുന്ന് മറ്റന്നാളാണ് നമ്മുടെ മിലിറ്ററി ബേസിലോട്ട് ചെല്ലാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കുളിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഡ്രസ്സൊന്ന് മാറിയിട്ട് തരാം. ഓക്കെ, ഡ്രസ്സ് മാറിയിട്ട് ചാടിക്കൂ. ഓക്കെ, ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെട്ടി എടുക്കാം. വെയിറ്റ്, നമ്മുടെ ആ പെട്ടി നമ്മൾ ഇന്നലെ ഇത് ഇവിടെ തന്നെ അല്ലേ വെച്ച്. പക്ഷെ ഇപ്പം ആ പെട്ടി കാണുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏതായാലും രാത്രി ഉറക്ക ബീച്ചിൽ നമ്മൾ വെച്ചല്ലേ, നമുക്ക് എന്തായാലും വീട് ഫുള്ളൊന്ന് നോക്കിയേക്കാം. ആദ്യം തന്നെ നമ്മുടെ റൂമും നോക്കിയേക്കാം. ഓക്കെ, വാർഡ്രോബിലില്ല. എന്നാലും എനിക്ക് തോന്നി ഞാൻ അവിടെ തന്നെയാണ് വെച്ചത്. എനിക്ക് നമുക്കൊന്നും കൂടി ഉറപ്പെടുത്താം. നമുക്ക് എന്തായാലും എല്ലാ റൂമും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് ഹാളിലോട്ട് പോവാം. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം നമ്മുടെ ഈ സേഫ് ഹൗസിൽ വന്ന് കാക്കാനൊക്കെ ആർക്കാ ധൈര്യമുള്ള. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല ബൈ ദ വേ. എന്നാലും അതെവിടെ പോയി? ചേടാ, നമുക്കെന്തായാലും നമ്മുടെ മൈക്കിളിനെ വിളിച്ചു നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും മൈക്കിളിനെ വിളിച്ചു നോക്കാം. ഫോൺ എടുത്ത്. ഓക്കെ, മൈക്കിളിൻ്റെ ആ ഡയൽ കണ്ടുപിടിക്കാൻ കുറേ ദിവസമായിരുന്നു വിളിച്ചിട്ട്. ഓക്കെ, കിട്ടി. വിളിക്കാം. ഹലോ മൈക്കിളെ, എടാ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ മിലിറ്ററി ബേസിൽ ലെസ്റ്റർ പറഞ്ഞിട്ടൊരു ഡോക്യുമെന്റ് എൻ്റെ വീട്ടിൽ സൂക്ഷിക്കാൻ കൊണ്ടുവന്നായിരുന്നു. ഞാൻ എനിക്ക് ഇവിടെ ഇട്ടില്ല. പക്ഷേ ആ സംഭവം ഇപ്പോൾ സ്റ്റോളൻ, കളവ് പോയിരിക്കുകയാണ്. സോ നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഓക്കെ, അവനെന്തായാലും പറഞ്ഞിരിക്കുന്ന നമ്മുടെ വീട്ടിലോട്ട് വരാനാണ്. നമുക്ക് എന്തായാലും നമ്മുടെ കാർ എടുത്ത് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവാം. ഈ കാർ തന്നെ എടുക്കാം. ഓണാക്കി. ഇനി നമുക്ക് നേരെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ മൈക്കിളിൻ്റെ വീടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഓക്കെ, വളവ് ഇറങ്ങി നേരെ വലത്തെ സൈഡിൽ കാണുന്ന ബിൽഡിംഗാണ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് സൈഡിലാണ് പാർക്ക് ചെയ്യുക. എടാ മൈക്കിളെ, വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറിച്ചല്ല. മൈക്കിളെ, എടാ നീ എവിടെയാ? ഇവിടെ ഞാൻ മേളിലുണ്ട്, നീ അങ്ങോട്ട് വാ. അതേ വരുന്നുണ്ട്. എടാ മൈക്കിളെ, ഇവിടെ ഫ്രാങ്ക്ലിൻ, നീ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. അതേ വരുന്നു. എടാ
മൈക്കിളെ സംഭവം നീ അറിഞ്ഞില്ലേ? നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ മിലിറ്ററി ബേസിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഏതോ ഒരുത്തൻ അത് നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. സോ നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടോ അതിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലെസ്റ്ററിന്റെ വീട്ടിൽ പോവാം. ആടാ എനിക്ക് വേഗം വാ വല്ലവർക്ക്. എടാ മൈക്കിളെ വേഗം കയറിയോ നീ? എടോ അത് വണ്ടി ഓൺ ചെയ്ത്. എടാ കയറാ മൈക്കിളെ. ഇല്ലടാ, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം. അതെന്താടാ നീ എൻ്റെ വണ്ടിയോ? എടാ അതൊന്നുമില്ല, ഞാൻ എൻ്റെ വണ്ടി തന്നെ വന്നേക്കാം. നീ എന്തായാലും അങ്ങോട്ട് ചെല്ലി, ലെസ്റ്ററിന്റെ വീടറിയാലോ. ചെല്ലി. എങ്കിൽ ശരിയടാ. എന്നാലും ഓക്കെ, നീ എന്തായാലും അങ്ങോട്ട് വന്നേരി. ശരിയടാ മൈക്കിളെ, എന്നാ ബൈ. അവനെന്തായാലും തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് നമുക്കെന്തായാലും സമയമില്ല, നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാം. സോ അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ മൈക്കിള് അതേ മൈക്കിളല്ല നിൽക്കുന്നു. എടാ മൈക്കിളെ നീ എപ്പോ വന്ന്? എടാ ഞാൻ വന്നിട്ട് 5-10 മിനിറ്റ് ആയി. എന്തായാലും നമുക്ക് ഇനി സമയമില്ല, നമുക്ക് എന്തായാലും നേരെ നമുക്ക് ലെസ്റ്ററിനെ പോയി നോക്കാം. നീ അവനെ കണ്ടായിരുന്ന? ഇല്ലടാ, നീ വരാൻ കാത്തിരിക്കുവായിരുന്നു. ഓക്കെ. എടാ ലെസ്റ്ററെ എടാ ചെറിയൊരു പ്രശ്നമുണ്ട്. കിടക്കുന്നു. എടാ ലെസ്റ്ററെ, നീ ഇന്നലെ പറഞ്ഞിട്ട് ഞാൻ മിലിറ്ററി ബേസിൽ പോയിട്ട് ആ ഡോക്യുമെൻ്റ് എടുത്ത് എൻ്റെ വീട്ടിൽ വെച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ സംഭവം കാണുന്നതേയില്ല. എനിക്ക് തോന്നുന്നു അതാരോ കട്ടുകൊണ്ട് പോയെന്ന്. എടാ നീ എങ്ങനെയെങ്കിലും ഒന്നിനും സഹായിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ലെസ്റ്റർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയേക്കാം. അവൻ എന്തായാലും കണ്ടുപിടിക്കാനില്ല. പിന്നെ ലെസ്റ്ററെ, എടാ എന്തായാലും ഇൻഫർമേഷൻ കിട്ടിയാൽ വിളിക്കണേ. എടാ മൈക്കിളെ നീ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ വീട്ടിൽ പോയി. എന്തായാലും സന്ധ്യയായിട്ടുണ്ട്. നാളെ രാവിലേക്കുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ സാധനമാണ്. അതിന് മുമ്പ് കിട്ടിയില്ലെങ്കിൽ അല്ലാ. ഫ്രണ്ട്ലി, ഞാൻ പോയേക്കോട്ടാ. എന്നാൽ ശരിയാടാ മൈക്കിളെ, എന്തായാലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അറിയിക്കിട്ടാ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വല്ലാത്ത ക്ഷീണം. എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് കയറി കിടന്ന് ഉറങ്ങണം. എന്തായാലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്തായാലും അവന്മാർ വിളിക്കാന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് സമാധാനമുണ്ട്. കാരണം മൈക്കിളും ട്രെവറിന് നല്ല ഇടപാടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ രാത്രി ഇനി എന്തായാലും നോക്കുന്നു കിടന്നുറങ്ങാൻ. സമാധാനമൊന്നുമില്ല, എങ്കിലും കിടന്നുറങ്ങിയേക്കാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. സംഭവം നമ്മുടെ ലെസ്റ്റർ നമ്മളെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കേട്ടാണ് ഞാൻ എഴുന്നേറ്റ്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ ഒന്നും കൂടി വിളിച്ച് നോക്കാം. ഓക്കെ, ലെസ്റ്ററിൻ്റെ നമ്പരി. ഓക്കെ കിട്ടി. ലെസ്റ്റർ. ഹലോ ലെസ്റ്ററെ. എന്താണ് ഇന്നാളെ വിളിച്ചത്? പിന്നെടാ ഫ്രാങ്ക്ലേ, എനിക്ക് അവന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവന്റെ ലൊക്കേഷൻ ഞാൻ നിന്റെ ഫോണിലേക്ക് അയച്ചേക്കാം. എന്നാ വേഗം അയക്കി. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ഗുഡ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ ചാടിക്കൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ കള്ളനെ നമുക്ക് പിടിയിട്ടുണ്ട്. അവൻ്റെ ലൊക്കേഷൻ എങ്ങനെയൊക്കെ നമ്മുടെ ലെസ്റ്റർ ട്രേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, നമ്മളങ്ങനെ ഉടുപ്പൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് ഈ കാറിൽ പോയേക്കാം. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കാറെടുത്ത് നമുക്കിനി നേരെ ലെസ്റ്റർ അയച്ച ലൊക്കേഷനിലേക്ക്. ഓക്കെ, പറത്തിച്ച്. ഓക്കെ, അങ്ങനെ ലെസ്റ്റർ അയച്ച ലൊക്കേഷൻ്റെ ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ലെസ്റ്റർ അയച്ച കണക്കിനാണെങ്കിൽ ആ സൈഡിൽ കാണുന്ന വീടാണ്. അവിടെ ആരോ നിപ്പുണ്ടല്ലോ. വെയിറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയിട്ട് അവൻ തന്നെയാണ്. ഇത് അവൻ തന്നെ. ഫോട്ടോ അയച്ചെന്ന് അവൻ തന്നെ. ലെസ്റ്റർ അയച്ച ഫോട്ടോയിലുള്ള അവൻ തന്നെ. റഹ്മാനെ, ഇന്ന് അവൻ്റെ 16. എടാ നീ എൻ്റെ ഡോഗനെ വിളിച്ചു. എവിടെയാടാ ആ ഡോക്യുമെന്റ്? എവിടെയാടാ എൻ്റെ വീടിന്ന് മോഷ്ടിച്ച ഡോക്യുമെന്റ്? എവിടെയാടാ? അവിടെ കാണില്ല. നിന്നെ കൊന്ന് കുഴിച്ചുകൊടും. വെയിറ്റ്. നമ്മുടെ ഡോക്യുമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. സോ ഗൈസ്, നമ്മൾ ലെസ്റ്റർ വഴി ആ മിലിറ്ററി ബേസിലെ ആ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് റിക്കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവനെ നീ ഇനി ഒരു വീട്ടിലും കയറി ഒന്നും മോഷ്ടിയില്ല കേട്ടോ. എനിക്ക് കൊല്ലാൻ മടി ഉണ്ടായിട്ടല്ല, പിന്നെ ഓക്കെ. അങ്ങനെ നമ്മൾ മിലിറ്ററി ബേസിലേക്കുള്ള ആ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് തിരിച്ചുകൊണ്ടേ കൊടുത്തേക്കണം. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 200 സബ്ബാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരമായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.